ഈ ആഴ്ചയിലെ നമ്മുടെ പഠനത്തിന്റെ ഒടുവിലത്തെ ദിവസത്തേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ അനുവദിച്ചു. അതോർത്ത് ദൈവത്തിന് എല്ലാ മഹത്വവും. നമുക്കൊന്നിച്ച് ഈ നിലയിൽ കൂടുവാൻ, പ്രാർത്ഥിക്കുവാൻ, വചനം ധ്യാനിക്കുവാൻ, പഠിക്കുവാൻ ദൈവം അനുവദിക്കുന്നില്ല. എത്രയോ പേരാണ് വലിയ പ്രയാസങ്ങളിൽ, മനദുഃഖങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് ദൈവജനത്തിന് ഇങ്ങനെ ഒരു ഭാഗ്യം ദൈവം നൽകുന്നുവല്ലോ. അത് ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ദാനമാണ്. നന്ദിയോടുകൂടെ നമുക്കായിരിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചിരുന്നത്, ഒരു സെക്കൻഡ്, ഓക്കെ, അല്പസമയം എടുത്തത് കാരണം മറ്റൊന്നുമല്ല, ഞാൻ തൊട്ട് മുമ്പ് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നത് കൊണ്ട് അതിൽ ജോയിൻ ചെയ്യുന്നവർ ഇതിനും ജോയിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ അതൊന്ന് ബ്ലോക്ക് ചെയ്തായിരുന്നു. ദൈവത്തിന് മഹത്വം. നാം ഇന്നലെ ചിന്തിച്ച് അവസാനിപ്പിച്ചത് യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വം എന്നുള്ള വിഷയമായിരുന്നു. അപ്പോൾ വളരെ പടിപടിയായിട്ടാണ് നാം ഇപ്പോൾ പഠിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ ഈ ക്രിസ്തു ശാസ്ത്രം എന്നുള്ള വിഷയത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് നാം പഠിക്കുന്നത്. അതിന് പ്രാരംഭത്തിൽ തന്നെ കണ്ടിരുന്നു. എന്താ കണ്ടത്? കർത്താവായ യേശുക്രിസ്തുവിന്റെ വ്യക്തിത്വത്തെ കുറിച്ചുള്ള, പ്രവർത്തനത്തെ കുറിച്ചുള്ള പഠനമാണ് ക്രിസ്തു ശാസ്ത്രം എന്ന് പറയുന്നത്. യേശുക്രിസ്തു ദൈവമായിരുന്നവൻ, തൃത്വത്തിൽ രണ്ടാമൻ, മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ജഡം ധരിച്ചു, ശരീരം ധരിച്ച് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അതിനെ വിളിക്കുന്നതാണ് ക്രിസ്തുവിന്റെ ജഡാവതാരം. ഇംഗ്ലീഷിൽ ഇൻകാർനേഷൻ എന്ന് നാം വായിക്കുന്നു. അങ്ങനെ ജഡാവതാരം ധരിച്ച് മനുഷ്യനായി ഇറങ്ങി വന്നപ്പോൾ പ്രാരംഭത്തിൽ തന്നെ കണ്ടതാണ് യേശുക്രിസ്തുവിന്റെ യേശുക്രിസ്തു എന്ന വ്യക്തിയുടെ പ്രത്യേകത 100% ദൈവവും 100% മനുഷ്യനുമാണ് യേശുക്രിസ്തു. ആദ്യം നാം കണ്ടു യേശുക്രിസ്തുവിന്റെ ദൈവത്വം, ജഡാവതാരത്തിലെ ദൈവത്വത്തെ കുറിച്ച് നാം വചനത്തിൽ നിന്ന് വ്യക്തമായിട്ട് കണ്ടു. ഇന്നലെ നാം മനുഷ്യത്വം, അത് നാം വ്യക്തമായിട്ട് കണ്ടു. ഇന്ന് നാം കാണുവാൻ പോകുന്നത് യേശുക്രിസ്തുവിൽ ദൈവവും മനുഷ്യത്വവും സംയോജിച്ചിരിക്കുന്നു. ദൈവത്വവും മനുഷ്യത്വവും യേശുക്രിസ്തു സംയോജിച്ചിരിക്കുന്നു. അതിനെയാണല്ലോ നാം വിളിച്ചത് ഇൻകാർനേഷൻ ഓഫ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിന്റെ ജഡാവതാരത്തിൽ 100% ദൈവവും 100% മനുഷ്യനും. ഇത് രണ്ടും നാം വെവ്വേറെയായിട്ട് പഠിച്ചു. ഇനി ഇതെങ്ങനെയാണ് ഒന്നിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത് വ്യക്തിത്വമാണ് എന്ന് നാം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അതിനുള്ള തെളിവുകൾ വെളിപ്പെടുത്തി വചനത്തിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് നൽകിയിട്ടുണ്ട്. ഇനി ഞാനിത് പ്രാരംഭത്തിലും പറഞ്ഞതാണെങ്കിലും വീണ്ടും ഒന്ന് ആവർത്തിച്ചു പറഞ്ഞത്, ഇത് നമ്മുടെ തലയ്ക്കകത്ത് ശരിക്കും മനസ്സിലാകുവാൻ വേണ്ടിയാണ്. നാം നമ്മുടെ പഠനത്തിന്റെ സൗകര്യാർത്ഥമാണ് ദൈവത്വം എന്നും മനുഷ്യത്വം എന്നും രണ്ടായി വേർതിരിച്ച് പഠിച്ചത്. എന്നാൽ അതിന്റെ അർത്ഥമില്ല ചിലതൊക്കെ ദൈവത്വം, ചിലതൊക്കെ മനുഷ്യത്വം. ഇല്ലില്ല. അല്ലെങ്കിൽ കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ചില സമയങ്ങളിൽ യേശുക്രിസ്തുവിൽ ദൈവത്വം മാത്രമേ ഉണ്ടായിരുന്നു, മറ്റു ചില സമയങ്ങളിൽ യേശുക്രിസ്തുവിൽ മനുഷ്യത്വം മാത്രമേ ഉണ്ടായിരുന്നു. അത് തെറ്റാണ്. മറിച്ച് യേശുക്രിസ്തുവിൽ ഒറ്റ വ്യക്തിത്വമേ ഉണ്ടായിരുന്നുള്ളൂ. അത് 100% ദൈവവും 100% മനുഷ്യനും. അപ്പോൾ ഇത് രണ്ടും നമുക്ക് വേർതിരിക്കുവാൻ കഴിയുകയില്ല. ഇത് രണ്ടും നമുക്ക് വേർപെടുത്തുവാൻ കഴിയുന്നതല്ല. യേശുക്രിസ്തുവിനെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു പേരാണ് ദൈവ മനുഷ്യൻ എന്ന. ദൈവ മനുഷ്യനാണ്. രണ്ട് തരത്തിൽ നാം ഈ രണ്ടും എങ്ങനെ സംയോജിച്ചിരിക്കുന്നു. ഇനി സാമാന്യ ബോധത്തോടുകൂടെ, സാമാന്യ ബുദ്ധിയിൽ ചിന്തിച്ചാൽ ഇത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? 100% ദൈവവും 100% മനുഷ്യനും. ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നല്ല, മനുഷ്യബുദ്ധിയിൽ എത്ര ചിന്തിച്ചാലും ഇത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. അങ്ങനെ ഇതൊരു അത്ഭുതമാണ്. അല്ലെങ്കിൽ നാം പറയണം 50% ദൈവവും 50% മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഏകദേശമൊക്കെ നമുക്ക് പിടികിട്ടും. ഇത് 100% മനുഷ്യനും 100% ദൈവവും. ഇതെങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? ഇതെങ്ങനെ തലയ്ക്കകത്ത് കയറും? ഇത് തലയ്ക്കകത്ത് നമുക്ക് അങ്ങനെ കയറില്ല. ഇതൊരു അത്ഭുതമാണ്. ഇത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത വലിയൊരു അത്ഭുതമാണ്. ദൈവത്താൽ മാത്രം സാധ്യമുള്ളതാണ്. ഇതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണമാണ് വെർജിൻ ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിന്റെ കന്യകാ ജനനം. സയന്റിസ്റ്റുകളോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ വൈദ്യശാസ്ത്രപരമായിട്ടുള്ള ഡോക്ടർമാരോടൊക്കെ ചോദിച്ചാൽ, ഇതൊന്ന് വിവരിച്ചു തരാമോ, ഇത് നടക്കുമോ എന്ന് ചോദിച്ചാൽ അവർ പറയും, കൈമലത്തി കാണിക്കത്തുള്ളൂ, ഇങ്ങനൊരു സംഭവമേ നടക്കത്തില്ല. അവർക്ക് തെളിയിക്കാൻ മനുഷ്യബുദ്ധിയിൽ സാധിക്കുകയില്ല. എന്നാൽ ഇത് ദൈവത്താൽ സാധ്യമായ അത്ഭുതമാണിത്.
അതുകൊണ്ട് ഇത് എത്ര വിവരിച്ചാലും നമുക്ക് പരിമിതികളുണ്ട്. ദൈവം പരിമിതികളില്ലാത്ത, നമുക്കറിയാം, നാം കണ്ടതുപോലെ നിത്യനാണ്, പരിധികളില്ലാത്തവനാണ്. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചോളം, നമ്മെ സംബന്ധിച്ചോളം നാം ആരാ? നമുക്ക് പരിധികളുണ്ട്. നമ്മുടെ ചിന്തയ്ക്ക് പരിധിയുണ്ട്, നമ്മുടെ പഠനത്തിന് പരിധിയുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ മിക്കവർക്കും ഒരു സംശയം തോന്നിയതാണ്, ദൈവശാസ്ത്ര പഠനത്തിലുള്ള ബന്ധത്തിൽ അല്പം സംശയം തോന്നിയതാണ്. ഒരു ചോദ്യമുണ്ട്, ദൈവത്തെ നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ കഴിയുമോ? ചിലരൊക്കെ പറഞ്ഞു, നമുക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പൂർണ്ണമായിട്ട് അങ്ങ് മനസ്സിലാക്കാൻ കഴിയും. ഇല്ല, നമുക്ക് സ്വർഗത്തിൽ ചെന്നാൽ പോലും ദൈവത്തെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുകയില്ല. ഇന്ന് നാം അല്പം മനസ്സിലാക്കിയിരിക്കുന്നത്, കുറച്ചാ ദൈവത്തെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അത്രയും നമ്മളെ കൊണ്ട് പറ്റത്തുള്ളൂ. നമ്മള് സൃഷ്ടിയുടെ മകുടമൊക്കെ തന്നെ, എന്ന് വെച്ചാൽ സൃഷ്ടിച്ചിരിക്കുന്ന എല്ലാ സൃഷ്ടികളിലും ദൈവം നമ്മെ പ്രത്യേകമായിട്ട് സൃഷ്ടിച്ചിരിക്കുക. എങ്കിൽ കൂടെയും നമുക്കും പരിമിതികളുണ്ട്. ഇതൊന്നും പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ ആ ബലഹീനത മനസ്സിലാക്കിക്കൊണ്ട് വേണം ദൈവത്തെക്കുറിച്ച് നാം പഠിക്കുവാൻ ശ്രമിക്കുന്നത്. പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കി, എങ്കിലും ദൈവവചനത്തിൽ നമുക്ക് മനസ്സിലാക്കി തരുന്ന നിലയിൽ, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇതെങ്ങനെയാണ് ഇത് രണ്ടും ഒന്നിച്ചിരിക്കുന്ന ദൈവത്വവും മനുഷ്യത്വവും? നാം ഇങ്ങനെയാണ് ഒന്നാമത്തെ രണ്ടായിട്ട് തരംതിരിച്ച് പഠിക്കാൻ പോവുകയാണ്. മാനുഷിക നാമത്തോട് ദൈവിക സ്വഭാവങ്ങൾ ബന്ധപ്പെട്ടിരിക്കും. മനസ്സിലായോ? മാനുഷിക നാമത്തോട് നാം ദൈവിക നാമങ്ങൾ, യേശുക്രിസ്തുവിലുള്ള ദൈവിക നാമങ്ങളെ കുറിച്ച് നാം കണ്ടുവല്ലോ. ഒരു ഉദാഹരണം പറഞ്ഞാൽ ദൈവപുത്രൻ, അത് നാം കണ്ടു. ദൈവപുത്രൻ എന്നുള്ളത് യേശുക്രിസ്തുവിന്റെ ദൈവിക നാമമാണ്. പുത്രൻ സമം നാം കണ്ടു. പുത്രൻ എന്ന് പറയുന്നത് യഹൂദന്മാരുടെ ഇടയിൽ, അല്ലെങ്കിൽ അതിന്റെ അർത്ഥം, ആശയം എന്ന് പറയുന്നത് പിതാവിനോട് സമനായിരിക്കുന്നു, അല്ലെങ്കിൽ ആരുടെ പുത്രനാണെന്നോ പറഞ്ഞിരിക്കുന്ന ആ പുത്രൻ പിതാവിനോട് സമനാണ്. അത് തന്നെയാണ്, അതേ സ്വഭാവമാണ്. അപ്പോൾ നാം ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് മാനുഷിക നാമം. അതെന്താണ് മാനുഷിക നാമം? ബൈബിളിൽ പുതിയ നിയമത്തിൽ മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞിരിക്കുന്ന യേശുക്രിസ്തു നൽകിയിരിക്കുന്ന ഒരു നാമമാണ്. ആ നാമത്തിൽ ഇങ്ങനെ മനസ്സിലാക്കാം, മനുഷ്യനാണ്. ഈ മനുഷ്യപുത്രൻ എന്ന് പറയുമ്പോൾ എന്താ ആശയം? കർത്താവായ യേശുക്രിസ്തു പൂർണ്ണ മനുഷ്യനാണ്. ഇത് ഈ പേര് കൊണ്ട് തന്നെ മനുഷ്യപുത്രൻ എന്ന് പറയുമ്പോൾ മാനുഷിക നാമമാണ്, മനുഷ്യത്വത്തെ വെളിപ്പെടുത്തുന്ന നാമമാണ്. മനസ്സിലായോ? മനുഷ്യത്വത്തെ വെളിപ്പെടുത്തുന്ന നാമമായിട്ട് ഇതിരിക്കുമ്പോൾ ഈ നാമം പറഞ്ഞുകൊണ്ട്, ഈ പേര് പറഞ്ഞുകൊണ്ട് ചില ദൈവിക സ്വഭാവങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്തൊക്കെയാ ദൈവിക സ്വഭാവങ്ങൾ? നാം കണ്ടു. നിത്യത എന്നുള്ളത്, ശക്തൻ എന്നുള്ളത്, അത് ദൈവിക സ്വഭാവമാണ്. സർവശക്തി, സർവജ്ഞാനി, സർവവ്യാപി, എല്ലായിടത്തും ഉള്ളപ്പോൾ ഇതൊക്കെ ദൈവിക സ്വഭാവമാണ്. ഈ സ്വഭാവങ്ങൾ ഈ മാനുഷിക നാമം കൊണ്ട് രേഖപ്പെടുത്തിയിരിക്കുക. ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന്, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം, അത് 13-ാമത്തെ വാക്യം. വാക്യം എല്ലാവർക്കും സ്ക്രീനിൽ കാണാമല്ലോ, ഞാൻ വായിക്കാം. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി, സ്വർഗത്തിലിരിക്കുന്നവനായ, ബ്രാക്കറ്റിലാണ് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്, മനുഷ്യപുത്രൻ അല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. അപ്പോൾ നോക്കണേ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന്, അതിന് പറയുക സ്വർഗത്തിൽ ഇപ്പോഴും ഇരിക്കുക. അപ്പൊ സർവ്വവ്യാപിത്വത്തെ ഇവിടെയും ഉണ്ട് അവിടെയും ഉണ്ട്. അപ്പൊ സർവ്വവ്യാപിത്വത്തെ കാണിക്കുക. എന്നിട്ട് എങ്ങനെ പറയുന്നത്? ദൈവപുത്രൻ എന്നുള്ള നാമമല്ല ഇവിടെ പറയുന്നത്, മറിച്ച് മനുഷ്യപുത്രൻ. യേശുക്രിസ്തുവിനെ മനുഷ്യപുത്രൻ എന്ന് വിളിച്ചിരിക്കുക. അപ്പോൾ മാനുഷിക നാമം ചൂണ്ടിക്കാണിച്ചിട്ട് ദൈവിക സ്വഭാവം വെളിപ്പെടുത്തുക. മനുഷ്യപുത്രൻ സർവ്വവ്യാപിയാണ്. നമുക്ക് രണ്ടാമത് കടന്നു വരാം. മറ്റൊന്ന്, പാപങ്ങളെ മോചിക്കുന്നു. പാപങ്ങളെ മോചിക്കുന്നു. ഈ പാപങ്ങളെ മോചിക്കുവാൻ ആരെ കൊണ്ടാണ് കഴിയുന്നത്? അത് ദൈവത്തിന് മാത്രം കഴിയുന്ന ഒന്നാണ്. ദൈവത്തിന്റെ ഒരു സ്വഭാവമാണ്. കാരണം നാം കണ്ടതാണ്, ദൈവത്തോട് നാം പാപം ചെയ്തിരിക്കുന്നതുകൊണ്ട് ആർക്കേ നമ്മുടെ പാപം ക്ഷമിക്കാൻ കഴിയുകയുള്ളൂ? ദൈവത്തിന് മാത്രമേ നമ്മുടെ പാപം ക്ഷമിക്കുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഇതേ കാര്യം മനുഷ്യപുത്രനോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുക. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. എന്നാൽ ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന്. ഇവിടെ യേശുക്രിസ്തു തന്നെ പറയുന്ന യേശുക്രിസ്തുവിന്റെ വാചകങ്ങളായത്. പറയുന്നത് എങ്ങനെയാ? പാപങ്ങളെ മോചിക്കുവാൻ ആർക്ക് അധികാരമുണ്ട്? ദൈവപുത്രൻ എന്നുള്ള പദമല്ല അവിടെ പറയുന്നത്, മനുഷ്യപുത്രന്, മനുഷ്യനായിരിക്കുന്ന യേശുക്രിസ്തുവിന് അതിനുള്ള അധികാരമുണ്ട്. അപ്പോൾ പാപങ്ങൾ മോചിക്കുക എന്ന് പറയുന്നത് എന്ത് സ്വഭാവമാ? ആരുടെ സ്വഭാവമാ? ദൈവിക സ്വഭാവമാ. ദൈവത്തിന് മാത്രമേ ആ കാര്യം സാധിക്കത്തുള്ളൂ. അതിവിടെ മനുഷ്യപുത്രൻ എന്നുള്ള വാക്കുകൊണ്ട്, മാനുഷിക നാമം കൊണ്ട് യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പൊ മാനുഷിക നാമത്താൽ ദൈവിക സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നു. അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? യേശുക്രിസ്തുവിൽ
മനുഷ്യത്വവും ദൈവത്വവും നമുക്ക് ഒരുപോലെ കാണാം. മറ്റൊരു ഉദാഹരണം, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 62-ാമത്തെ വാക്യം. മനുഷ്യപുത്രൻ മുമ്പേ ഇരുന്നിടത്ത് കയറി പോകുന്നത് നിങ്ങൾ കണ്ടാലോ. അപ്പോൾ യേശു ക്രിസ്തു പറയുന്ന മറ്റൊരു വാക്കാണ് അവിടെ, അല്ലെങ്കിൽ കർത്താവിന്റെ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ആണത്. മനുഷ്യപുത്രൻ മുമ്പേ ഇരുന്നിടത്ത്, അതെവിടാ? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണ് യേശു ക്രിസ്തു എന്ന് പറഞ്ഞിട്ട് പറയുക, ഈ മനുഷ്യപുത്രൻ അതായത് യേശു ക്രിസ്തു ഇരുന്നിടത്തോട്ട് തന്നെ സ്വർഗത്തിലേക്ക് കയറി പോകാൻ പോകുന്നു. അപ്പോൾ എന്താ പറയുന്നത്? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവൻ. ദൈവം സ്വർഗത്തിൽ വസിക്കുന്ന ദൈവമാണ്. അപ്പോൾ ദൈവത്തിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നു എന്ന് പറയുമ്പോൾ നാം എന്താ മനസ്സിലാക്കേണ്ടത്? യേശുക്രിസ്തു ദൈവമാണ്. ആ യേശുക്രിസ്തുവിനെ വിളിക്കുന്നത് മനുഷ്യപുത്രൻ എന്ന മാനുഷിക നാമത്തെ വിളിച്ചിട്ട് പറയുക, സ്വർഗത്തിലേക്ക് കയറിപ്പോകും. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവൻ. 4-ാമതായിട്ട് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൽ 27-ാമത്തെ വാക്യം. ന്യായവിധി നടത്തുന്നവൻ. നാം ഇത് കണ്ടതാണ്, അതുകൊണ്ടാണ് ഇത് നാം യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ കുറിച്ച് പഠിച്ചപ്പോൾ നാം ശ്രദ്ധിച്ചതാണിത്. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, യോഹന്നാൻ 5:27, മനുഷ്യപുത്രൻ ആകയാൽ ന്യായവിധി നടത്തുവാൻ അവൻ അധികാരം നൽകിയിരിക്കുന്നു. ആർക്കാണ് അധികാരമുള്ളത്? മനുഷ്യപുത്രനാണ്. ഈ ന്യായവിധിക്ക് ആർക്കാ യോഗ്യതയുള്ളത്? ന്യായവിധി നടത്തുവാൻ യോഗ്യതയുള്ളത് ആരാ? ദൈവം മാത്രമാണ്. കാരണം ദൈവം മാത്രമാണ് അധിപൻ, ദൈവമാണ് സൃഷ്ടാവ്. ഈ കാണുന്ന സകലത്തിന്റെയും ജഡ്ജിയായിരിക്കുന്നത്, ഉടയോനായി അധികാരിയായിരിക്കുന്ന ദൈവമാണ്. എന്നിട്ട് പറയുക, ഇത് ആർക്കാ ഉള്ളത്? മനുഷ്യപുത്രനാ ഉള്ളത്, യേശുക്രിസ്തുവിനാ ഉള്ളത്. അപ്പൊ യേശുക്രിസ്തുവിന്റെ ദൈവത്വം ന്യായവിധി നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് ഇതേ കാര്യം, ആ പേര് മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞിരിക്കും. മനസ്സിലായോ? അത്രയുള്ള ലളിതമാണ്. അപ്പോൾ മാനുഷിക നാമത്തോട് ചേർത്ത് ദൈവിക സ്വഭാവം വെളിപ്പെടുത്തുന്നു. മറ്റൊന്ന്, ഉയർത്തെഴുന്നേറ്റവൻ. നമ്മൾ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, സ്വയം ഉയർത്തെഴുന്നേറ്റു. മത്തായി 17:9 നാം വായിക്കുന്നു, മനുഷ്യപുത്രൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും വരെ. അപ്പോൾ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. അതാരെ കൊണ്ട് കഴിയുന്നു? അതും ദൈവത്തിന് മാത്രം. ജീവൻ നൽകുവാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രം. അപ്പോൾ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതും അതും മനുഷ്യപുത്രൻ എന്ന വാക്കുകൊണ്ട് രേഖപ്പെടുത്തിയിരിക്കുക. വളരെ ലളിതമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണിത്. അപ്പോൾ മാനുഷിക നാമങ്ങൾ ദൈവിക സ്വഭാവത്തോട് ചേർത്ത് പറയുമ്പോൾ എന്താ പറയുന്നത്? മനുഷ്യത്വവും ദൈവത്വവും യേശുക്രിസ്തുവിൽ സംയോജിച്ചിരിക്കുന്നു, ഒരുപോലെ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തേതിലേക്ക് കടന്നു വരാം. ഒരു വാക്യങ്ങളുണ്ട്, ലൂക്കോസ് 21:27, ശക്തിയും മഹാ തേജസ്സും ഉള്ളവൻ. അവിടെയും മനുഷ്യപുത്രൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ശക്തിയും മഹാ തേജസ്സും ഉള്ളവൻ എന്ന് അവിടെ പറഞ്ഞിരിക്കും. ഓക്കെ, അടുത്ത സ്ലൈഡിലേക്ക് ഞാൻ പോവുകയാണ്. രണ്ടാമത്തെ തരത്തിൽ നമുക്ക് എങ്ങനെ ഈ സംയോജനം മനസ്സിലാക്കാം? ഇപ്പൊ കണ്ടത് എന്താണ്? മാനുഷിക നാമത്തോട് ദൈവിക സ്വഭാവങ്ങൾ ബന്ധിപ്പിച്ച് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുക. മാനുഷിക നാമം മനുഷ്യപുത്രൻ എന്നുള്ളത് അതിനോട് ബന്ധപ്പെടുത്തി ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ചില സ്വഭാവങ്ങൾ, ചില പ്രവൃത്തികൾ ബന്ധപ്പെടുത്തിയിരിക്കും. ഇനി അടുത്ത് നമുക്ക് നോക്കാം. നേരെ തിരിച്ച് ഇപ്പൊ ചിന്തിച്ച എങ്ങനെ മാനുഷിക നാമമായിരുന്നെങ്കിൽ ഇപ്പം ദൈവിക നാമത്തോട് മനുഷ്യ സ്വഭാവങ്ങൾ ബന്ധപ്പെടുത്തിയിരിക്കുന്നു. മുമ്പ് ചിന്തിച്ചതിന് നേരെ ഓപ്പോസിറ്റ് ചിന്തിച്ചാൽ മതി. എന്താ ചിന്തിച്ചത്? മുമ്പ് നാം ചിന്തിച്ചത് മനുഷ്യന്റെ നാമവും അല്ലെങ്കിൽ മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞിട്ട് ദൈവം ചെയ്യുന്ന പ്രവൃത്തികൾ മാത്രം പറഞ്ഞിരിക്കുന്നു, രേഖപ്പെടുത്തിയിരിക്കും, ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇനി നേരെ തിരിച്ച് ദൈവിക നാമം പറഞ്ഞിട്ട് അല്ലെങ്കിൽ ദൈവമെന്ന് പറഞ്ഞിട്ട് മനുഷ്യന്റെ പ്രവൃത്തി, മനുഷ്യന്റെ സ്വഭാവം അവിടെ വെളിപ്പെടുത്തുക. നമുക്ക് ചിലത് നോക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം അതിന് 28-ാമത്തെ വാക്യം. പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായം 28-ാമത്തെ വാക്യം. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ. അപ്പോൾ അത്രയും മതി, ഞാനത് ഹൈലൈറ്റും ചെയ്തിട്ടുണ്ട് അവിടെ. എന്താ അവിടെ വായിക്കുന്നത്? താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ. അപ്പോൾ ദൈവം എന്നാ പറഞ്ഞത്, ദൈവം സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന തന്റെ സഭ. അപ്പോൾ ദൈവം എന്നുള്ളത് നമുക്ക് അത് വിവരിക്കേണ്ടല്ലോ. ദൈവിക നാമം, ദൈവത്വത്തെ വിളിച്ചറിയിക്കുന്ന ആ പേര് തന്നെ, നാമം തന്നെ. എന്നിട്ട് പറയുന്നത് എന്താ? സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന. അപ്പോൾ മനുഷ്യനിലുള്ള രക്തം അല്ലെങ്കിൽ ശരീരത്തിലുള്ള രക്തം കൊണ്ട് അവിടെ ബന്ധപ്പെടുത്തിയിരിക്കുക. കാൽവരിയിൽ കൃഷ്ണ മരണത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവം എന്നുള്ള നാമം പറഞ്ഞിട്ട് ദൈവം സ്വന്തം രക്തത്താൽ വീണ്ടെടുത്തിരിക്കുക. അത് മാനുഷിക പ്രവൃത്തിയും ദൈവം എന്നുള്ള നാമവും. മനസ്സിലായോ?
അപ്പോൾ ദൈവം എന്ന് പറഞ്ഞിട്ട് പറയുക താൻ സ്വന്തം രക്തത്താൽ വീണ്ടെടുത്തു. അപ്പോൾ യേശു ക്രിസ്തുവിനെ ദൈവം എന്ന് വിളിച്ചിട്ട്, ദൈവം എന്നുള്ള നാമം നൽകിയിട്ട് പ്രവൃത്തി ചെയ്ത മാനുഷിക അല്ലെങ്കിൽ ക്രൂശിൽ മരിച്ചു, സ്വന്തം രക്തത്താൽ വീണ്ടെടുത്തു എന്ന് നമുക്ക് മനസ്സിലായി. രണ്ടാമത് 1 കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. അവിടെ നാം വായിക്കുന്നു, അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. തേജസ്സിന്റെ കർത്താവ്, അത് നമുക്കറിയാം, അത് ദൈവത്വത്തെ കാണിക്കുക. തേജസ്സിന്റെ കർത്താവ് എന്ന് വിളിക്കുമ്പോൾ തന്നെ കർത്താവ് എന്നുള്ള നാമം തന്നെ എന്താ കാണിച്ചു തരുന്നത്? ദൈവത്തിന്റെ ഒരു നാമങ്ങളിൽ ഒന്നായിട്ട് നാം ചിന്തിച്ചതാണ്. സകലത്തിന്റെയും അധിപതി, യജമാനൻ എന്നുള്ള അർത്ഥമാണ് അതിലുള്ളത്. എന്നിട്ട് പറയാ തേജസ്സിന്റെ കർത്താവിന്. അപ്പൊ ദൈവിക നാമം അവിടെ നൽകി, തേജസ്സിന്റെ കർത്താവ്. എന്നിട്ട് പറയാ ക്രൂശിക്കുകയില്ലായിരുന്നു. അപ്പോൾ ക്രൂശു മരണം എന്ന് പറയുന്നത് മനുഷ്യൻ സഹിക്കേണ്ടത്. അപ്പോൾ മാനുഷിക പ്രവൃത്തിയെ ദൈവിക നാമമായിട്ട് ബന്ധിപ്പിക്കുക. യേശുക്രിസ്തുവിനെ തേജസ്സിന്റെ കർത്താവ് എന്ന് വിളിച്ചിട്ട് ക്രൂശു മരണത്തെ കുറിച്ചുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. മറ്റൊരു വാക്യം യെശയ്യാവ് 7:14. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിലെ ഒരു നാമമായിട്ട് നാം കണ്ടത് ഇമ്മാനുവേൽ എന്നുള്ള പേരാ, അല്ലെ? ഇമ്മാനുവേൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നമുക്കറിയാം, ദൈവം നമ്മോട് കൂടെ. അപ്പോൾ ആ പേര് വെളിപ്പെടുത്തുന്നത് ദൈവത്വത്തെയാണ്. എന്നിട്ട് എന്താ പറയുന്നത്? ഈ ഇമ്മാനുവേൽ പ്രസവിക്കപ്പെടും, അല്ലെങ്കിൽ ഒരു കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അത് മനുഷ്യന് സംഭവിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ മനുഷ്യർ ആണ് പ്രസവിക്കുന്നത് അല്ലെങ്കിൽ ജന്മമെടുക്കുന്നത്. ഇവിടെ നാം വായിക്കുന്നത് മകനെ പ്രസവിക്കും. അത് പ്രസവവുമായിട്ട് ദൈവിക നാമത്തെ ബന്ധപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത് മറ്റൊന്ന്. അപ്പോൾ ഈ 3 കാര്യങ്ങളിലൂടെ നാം മനസ്സിലാക്കി. ഈ മറ്റു വാക്യങ്ങളുണ്ട്. അപ്പോൾ വളരെ ലളിതമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്രയേ ഉള്ളൂ. ദൈവിക നാമത്തെ മാനുഷിക പ്രവൃത്തിയുമായി ബന്ധപ്പെടുത്തി ഇതെന്താ ചൂണ്ടിക്കാണിച്ച് നൽകുന്നത്? ഇത് വെളിപ്പെടുത്തി നൽകുന്നത് യേശുക്രിസ്തു ദൈവവും മനുഷ്യനുമായിരുന്നു. ഇത് രണ്ടും സംയോജിച്ചിരിക്കുക. ഇത് രണ്ടും നമ്മൾ വേർപെടുത്തുവാൻ കഴിയുകയില്ല. ചില ആളുകളൊക്കെ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ, യേശുക്രിസ്തു ക്രൂശിൽ കിടക്കുമ്പോൾ യേശുക്രിസ്തുവിന് എന്തില്ലായിരുന്നു? ദൈവത്വം ഇല്ലായിരുന്നു, മനുഷ്യത്വം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ചിന്തിക്കുന്നവരാണ്, അല്ലെങ്കിൽ അങ്ങനെ പഠിപ്പിക്കുന്നവരാണ്. മറ്റു ചിലർ പറയാറുണ്ട് യേശുക്രിസ്തുവിന് സ്നാനത്തോടുള്ള ബന്ധത്തിലാണ് ദൈവത്വം ഉണ്ടായത്, അതിനു മുമ്പ് മനുഷ്യത്വം മാത്രമേ ഉണ്ടായിരുന്നു. സ്നാനപ്പെട്ട സമയത്താണ് യേശുക്രിസ്തു ദൈവമായി അല്ലെങ്കിൽ ദൈവത്വം തന്നിലേക്ക് കടന്നു വന്നത്. ഇല്ല, അത് തെറ്റാണ്. ഇവിടെ നാം യെശയ്യാവ് 7:14 വായിക്കുന്നത് എങ്ങനെ? ഇമ്മാനുവേൽ. ജനിക്കുന്ന സമയത്ത് തന്നെ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കുമെന്ന് പറഞ്ഞു. അത് ദൈവത്വ നാമത്തെ കാണിക്കുക. അപ്പോൾ ജനനത്തിൽ തന്നെ യേശുക്രിസ്തു ദൈവമായിരുന്നു. ജീവിതത്തിൽ സ്നാനത്തോടുള്ള ബന്ധത്തിലല്ല. യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്ന എല്ലാ നിമിഷത്തിലും 100% ദൈവവും 100% മനുഷ്യനും ആയിരുന്നു. അതാണ് ഇത് രണ്ടും വെളിപ്പെടുത്തി നമുക്ക് നൽകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. നമുക്ക് മറ്റൊരു വാക്യം ഒന്ന് വായിക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം, ഞാൻ ഈ സ്ലൈഡ് ഒന്ന് ഓഫ് ചെയ്യുകയാണ്. ഓക്കെ, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. 7ഉം 8ഉം വാക്യങ്ങൾ വായിച്ചാൽ കുഴപ്പമില്ല. 7ഉം 8ഉം വാക്യങ്ങൾ ആരെങ്കിലും ഒന്ന് വായിക്കണമേ. ഫിലിപ്പിയർ 2-ന്റെ 7ഉം 8ഉം വാക്യങ്ങൾ. മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ. ഓക്കെ, അപ്പോൾ തന്നെത്താൻ ഒഴിച്ചു എന്നൊരു വാക്ക് നാം ഇവിടെ കണ്ടു. എനിക്കറിയാം ഈ ക്ലാസ്സിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മൾ മുമ്പ് പഠിച്ച, ഞാൻ എടുത്ത മറ്റൊരു വിഷയമായിരുന്നല്ലോ ഫിലിപ്പിയ ലേഖനം. അതിന്റെ 2-ാം അധ്യായത്തിൽ നാം ചിന്തിച്ച ഒന്നുണ്ടായിരുന്നു. എന്താണ് ഇവിടെ ഒഴിച്ചു എന്ന് പറയുന്നത്? എന്താ? പണ്ടൊരു സഹോദരൻ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ഒരു വാഗ്വാദം എന്ന നിലയിൽ പറഞ്ഞു, ഇവിടെ ഒഴിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. എന്തൊഴിച്ചു? ആരൊഴിച്ചു? എത്രമാത്രം ഒഴിച്ചു? എന്താ ഒഴിച്ചത്? ഇത് പച്ചവെള്ളം ഒഴിക്കുന്ന പോലെ എന്താ ഒഴിച്ചത്? എന്നാൽ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ 7-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്. മലയാളത്തിൽ അവിടെ പറഞ്ഞത് ഒഴിച്ചു എന്നാണ്, അല്ലെങ്കിൽ താൻ എന്തോ മാറ്റി വെച്ചിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്നാ പറയുന്നത്. ഞാൻ ഈ വാക്യം കൊണ്ടുവന്നതിന്റെ ആശയം നാം ഈ ഭാഗത്തുമായി ചിന്തിക്കാൻ വേണ്ടിയാണ്. ചില ആളുകൾ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്,
യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ, യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് യേശുക്രിസ്തു ഉണ്ടായിരുന്നു, അതിലൊന്നും അവർക്ക് തർക്കമില്ല. പക്ഷെ തർക്കമുള്ളത് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ യേശുക്രിസ്തു ദൈവത്വം ഒഴിച്ചു വെച്ചിട്ട് മനുഷ്യനായിട്ട് ഇറങ്ങി വന്നു. മനസ്സിലായോ? ദൈവത്വം ഒഴിച്ചു വെച്ചിട്ട് മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അത് ഈ വാക്യം എടുത്തിട്ട് അവർ പറയും, ഒഴിച്ചു എന്ന് പറയുന്നത് എന്തൊഴിച്ചുവാ? ദൈവത്വം ഒഴിച്ചു എന്ന് പറയും. എന്നാൽ അല്ല, അത് ശുദ്ധ മണ്ടത്തരമാണ്. ദൈവത്വം ഒഴിച്ചു വെച്ചിട്ട് ഈ ഭൂമിയിലേക്ക് യേശുക്രിസ്തു ഇറങ്ങി വന്നാൽ യേശുക്രിസ്തു വെറും ഒരു സാധാരണ മനുഷ്യനായി ഇറങ്ങി വന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് അത് വചനത്തിന് വിപരീതമാണ്. നാം ഇത്രയും ദിവസവും നമ്മള് രാത്രിയിൽ സമയമെടുത്ത് മറ്റു പല കാര്യങ്ങളെയും നിങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഈ വചനത്തിന് മുമ്പിൽ നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചത് എന്താ? അല്ലെങ്കിൽ ശരിയായ നിലയിൽ നാം വചനത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയത് എന്താ? യേശുക്രിസ്തു മനുഷ്യനുമായിരുന്നു, അതേസമയം 100% ദൈവവുമാണ്. ഈ വാക്യം എടുത്ത് ചിലര് പറയും ഒഴിച്ചു വെച്ചു എന്ന് പറയും ദൈവത്വമായിരുന്നു. ഭൂമിയിൽ മനുഷ്യനായിരുന്നപ്പോൾ യേശുക്രിസ്തുവിന് മനുഷ്യത്വമേ ഉള്ളായിരുന്നു, ദൈവത്വം ഇല്ലായിരുന്നു എന്ന് ചിലർ പറയും. അത് വചനത്തിന് വിപരീതമാണ്. പിന്നെ എന്താ ഇവിടെ ഒഴിച്ചു വെച്ചു എന്ന് പറയുന്നത്? നമുക്കത് ഇങ്ങനെ മനസ്സിലാക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് എന്താ? യെശയ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായം ഒന്നെടുക്കുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 2 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? 2 മുതൽ. സാറാപ്പുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മതി. അപ്പോൾ ഇവിടെ സ്വർഗത്തിലെ ആരാധനയുടെ ഒരു ദർശനമാണ് ആര് കണ്ടത്? യെശയ്യാവ് കണ്ടത്. ഇനി ആ 1-ാം വാക്യം എങ്ങനെ ആരംഭിക്കുന്ന? ആ 1-ാം വാക്യം ഒന്ന് വായിക്കാമോ? യെശയ്യാ 6-ന്റെ 1. ഉസിയാ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. മതി. അപ്പോൾ ഉസിയാ രാജാവ് മരിച്ച ആണ്ടിൽ ഈ യെശയ്യാ പ്രവാചകൻ കണ്ട ഒരു ദർശനമാണ്. ആരെയാ കണ്ടത്? കർത്താവിനെ കാണുകയാ. കർത്താവ് എവിടെ ഇരിക്കുന്നത്? സിംഹാസനത്തിൽ ഇരിക്കുന്നു. അപ്പോൾ കർത്താവ് സിംഹാസനത്തിൽ ഇരുന്ന് ദൂതന്മാർ ആരാധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ മഹത്വത്തിൽ വസിച്ചിരിക്കുകയായിരുന്നു കർത്താവായ യേശുക്രിസ്തു. സ്വർഗത്തിൽ എന്തുണ്ടായിരുന്നു? ദൂതന്മാർ എപ്പോഴും ആരാധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നാം അവിടെ താഴോട്ടുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ ഇടവിടാതെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഒരുത്തനോടൊരുത്തൻ ഇടവിടാതെ പറഞ്ഞുകൊണ്ടിരിക്കുക, ആരാധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ മാറ്റി വെച്ചിട്ട് വന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ സ്വർഗത്തിലെ മഹത്വം, ഈ ആരാധന, ദൂതന്മാരുടെ ആരാധനയൊക്കെ മാറ്റിവെച്ചിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി. ഇനി നമുക്ക് ഇങ്ങനെ കൂടെ ചിന്തിക്കാം. ഇറങ്ങി തന്നെത്താൻ ഒഴിച്ചു എന്ന് പറയുമ്പോൾ, തന്നെത്താൻ ഒഴിച്ചു, തന്നെത്താൻ താഴ്ത്തി എന്ന് പറയുമ്പോൾ എന്താ ഏറ്റവും താഴ്ത്തുക എന്ന് പറയുന്നത്? മനുഷ്യ ശരീരം അല്ലെങ്കിൽ മനുഷ്യത്വം സ്വീകരിക്കുക എന്ന് പറയുന്നത് എന്താ? അത് സ്വയം താഴുകയാ. കർത്താവ്, സ്വർഗത്തിലെ ദൈവം യേശുക്രിസ്തു മനുഷ്യ ശരീരം എടുത്ത് ഈ ഭൂമിയിലേക്ക് സ്വർഗത്തിലെ ആരാധനയൊക്കെ മാറ്റിവെച്ചിട്ട് ഇറങ്ങി വരികയാണ്. ആ മഹത്വമൊക്കെ വേണ്ട എന്ന് വെച്ചിട്ട് തൽക്കാലത്തെ. ഇനി ഞാനിങ്ങനെ ഒരു ഉദാഹരണം എന്ന നിലയിൽ ഇങ്ങനെ പറയാം. ചിന്തിക്കുക, ഒരു വലിയ രാജാവ്, ഒരു വലിയ രാജ്യത്തെ ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഒരു ഉദാഹരണം എന്ന നിലയ്ക്ക് എടുത്താൽ മതി. ഈ രാജാവ് ഒരു ദിവസം രാജകൊട്ടാരത്തിൽ എന്തൊക്കെ ഉണ്ടാകും? 2 പേര് ഈ സൈഡിൽ നിന്നുകൊണ്ട് ഇങ്ങനെ വിശ്രമിക്കൊണ്ടിരിക്കും. രാജാവിന് മുമ്പിൽ വന്ന് വണങ്ങും. രാജാവിന് രാജവസ്ത്രമുണ്ട്. ഇതൊക്കെ ധരിച്ചുകൊണ്ട് രാജാവ് സിംഹാസനത്തിൽ ഇരിക്കുക. ഇനി ചിന്തിച്ചേ, ഈ രാജാവ് ഒരു ദിവസം ജനത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങുകയാണ്. ഇറങ്ങി വരുമ്പോൾ എന്താ ചെയ്യുന്നത്? ഈ രാജാവ് തീരുമാനിച്ചു ഈ രാജവസ്ത്രമൊക്കെ ഊരി വെച്ച്, ആളുകളൊന്നുമില്ല, പരിചാരികളൊന്നും ആരും കൂടെയില്ല, ദാസന്മാരെ ഒന്നും കൂടെ കൂട്ടിയിട്ടുള്ള ഭടന്മാരൊന്നുമില്ല, ഒരു സാധാരണ വേഷവും ഇട്ട്, സാധാരണക്കാരൻ ഒരു വേഷവും ധരിച്ച് ഈ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ ഈ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഈ രാജാവല്ലയോ? അപ്പോഴും ആരാ? ഇദ്ദേഹം രാജാവ് തന്നെയാ. എന്തില്ലെന്നേ ഉള്ളൂ? എന്താ ഇല്ലാത്തത്? രാജവസ്ത്രമില്ല, അല്ലെങ്കിൽ കൂടെ നിന്നുകൊണ്ട് പാട്ട് പാടുവാൻ, സ്തുതിക്കുവാൻ ആളുകളൊന്നുമില്ല. അങ്ങനെ ഇറങ്ങി വന്നു. ഇതേ ആശയമാണ് യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്നും മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്. സ്വർഗത്തിൽ ആരാധന ഉണ്ടായിരുന്നു. സ്വർഗത്തിൽ ദൂതന്മാർ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. മഹത്വത്തിൽ ഇരിക്കുമ്പോൾ ഈ കർത്താവായ യേശുക്രിസ്തു
മനുഷ്യനായി ഇറങ്ങി വന്നപ്പോ, ഭൂമി വന്നപ്പോ ഈ ദൂതന്മാരുടെ ആരാധന, ഇങ്ങനെയുള്ള മഹത്വമോ ഇതൊന്നുമില്ല, ഇതൊക്കെ മറച്ചു വെച്ചു എന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലായിരുന്നു എന്നേ ഉള്ളൂ, മാറ്റിവെച്ചു എന്നേ ഉള്ളൂ. അതാണ് നാം മനസ്സിലാക്കിയത്. അപ്പോൾ ഫിലിപ്പിയ ലേഖനം എടുത്ത് ചില ആളുകൾ അങ്ങനെ തെറ്റിദ്ധാരണകളോട് പറയാറുണ്ട്, ഒഴിച്ചു വെച്ചു എന്ന് പറയുന്നത് ദൈവത്വം ഒഴിച്ചു വെച്ചു. അല്ലല്ല, യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ 100% ദൈവവുമായിരുന്നു, അതേ സമയം മനുഷ്യനും ആയിരുന്നു. ഇനി മറ്റൊരു ചോദ്യം, ഞാനിത് ഈ ആഴ്ചയിലെ ഒടുവിലത്തെ ക്ലാസ് ആണ്. ഇനി ഒരു കണ്ടിന്യൂവേഷൻ നമുക്ക് ദൈവം അനുവദിക്കുന്നുവെങ്കിൽ മറ്റൊരു സമയത്ത് അറിയിക്കുന്നതാണ്. ഇതിന്റെ കണ്ടിന്യൂവേഷൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇതിൽ വിട്ടുപോയിരിക്കും ചില കാര്യങ്ങൾ നമുക്ക് പൂരിപ്പിക്കാവുന്നതാണ്. മറ്റൊരു വിഷയം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു അല്പസമയത്തേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന, സമയം കൊണ്ടത് പൂർത്തിയാക്കി കഴിയുന്ന ഒരു വിഷയമല്ല. നാം കഴിഞ്ഞ ആഴ്ചയിൽ ദൈവശാസ്ത്രം, ഇതൊരു പടിപടിയായിട്ട് പഠിക്കുന്നതുകൊണ്ട് നമുക്കൊക്കെ ഒരു ഉപകാരമാണ്. ദൈവത്തിന് ചെയ്യാൻ കഴിയാത്ത ചില കാര്യങ്ങളെ കുറിച്ച് നാം പഠിച്ചു, അല്ലെ? എന്തൊക്കെയാ ദൈവത്തിന് ചെയ്യാൻ കഴിയാത്ത ചില കാര്യങ്ങൾ? ദൈവത്തിന് തന്റെ വാക്ക് മാറ്റുവാൻ കഴിയുകയില്ല. ദൈവത്തിന്, കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ദൈവത്തിന് പാപം ചെയ്യുവാൻ, മറ്റൊന്ന് പാപം ചെയ്യാൻ കഴിയുകയില്ല. ദൈവം വിശുദ്ധനാണ്. ദൈവം പാപം ചെയ്താൽ പിന്നെ ദൈവം ദൈവമല്ല, അല്ലെ? അപ്പോൾ അതിലൊന്നും നമുക്ക് തർക്കമില്ലാതെ നാം വിശദീകരിച്ച് കണ്ടതുവാ. അപ്പോൾ ദൈവം വിശുദ്ധനാണ്, ദൈവത്തിന് പാപം ചെയ്യാൻ കഴിയുകയില്ല. അങ്ങനെ എന്നാൽ ചില ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അല്ലെങ്കിൽ ചില ആളുകൾ മനസ്സിലാക്കി വെക്കുന്ന ഒരു കാര്യമുണ്ട്. അത് ഞാൻ ഒരു വാക്യം എടുത്ത് നമുക്കൊന്ന് വേഗത്തിൽ ചിന്തിക്കാം. ആരെങ്കിലും ഒന്ന് എബ്രായ ലേഖനം 4-ാം അധ്യായം അതിന്റെ 15-16 വാക്യങ്ങളൊന്ന് വായിക്കാമോ? എബ്രായ ലേഖനം 4-ാം അധ്യായം അതിന്റെ നമുക്ക് മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകൾ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളത്. ഓക്കെ, മതി. അപ്പോൾ പാപമൊഴികെ നമുക്ക് തുല്യനായ സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവനാണ് ആര്? നമ്മുടെ കർത്താവ്, നമ്മുടെ മഹാപുരോഹിതൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് നമുക്ക് നന്നായി അറിയാം. ഈ വാക്യം നാം പലതവണ കേട്ടിട്ടുള്ളതുമാണ്. അപ്പോൾ നാം കണ്ടു യേശുക്രിസ്തു, ഞാനത് സ്പഷ്ടമായിട്ട് തന്നെ അങ്ങ് പറയാം, ഒരുപാട് ചോദ്യം ഒന്നും ചോദിക്കുന്നില്ല, ഉത്തരമൊക്കെ കേൾക്കാതിരുന്ന നമുക്ക് നടക്കില്ല. അപ്പൊ യേശുക്രിസ്തു ദൈവമായതുകൊണ്ട് എന്തില്ല? പാപമില്ല. യേശുക്രിസ്തുവിന് പാപം ചെയ്യാൻ കഴിയുകയുമില്ല. എന്നാൽ ഇവിടെ ഒരു സംശയം നമുക്ക് തോന്നിയേക്കാം, അങ്ങനെയാണെങ്കിൽ എന്തിനാ കർത്താവായ യേശുക്രിസ്തു പരീക്ഷിക്കപ്പെട്ടത്? പരീക്ഷ ആർക്കുണ്ടായിരുന്നു? യേശുക്രിസ്തുവിനുണ്ടായിരുന്നു. അപ്പോൾ ഈ പരീക്ഷ എന്തിനാ യേശുക്രിസ്തുവിന്? മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 40 ദിവസം കർത്താവ് ഉപവസത്തിന് ശേഷം എന്ത് നാം വായിക്കുന്നത്? പിശാച് കർത്താവിനെ പരീക്ഷിക്കുവാൻ വേണ്ടി കടന്നു വന്നു, അല്ലെ? ആ ഭാഗം നമുക്ക് അറിയാവുന്ന ഒരു ഭാഗമാണല്ലോ. അപ്പോൾ യേശുക്രിസ്തുവിനെ പിന്നെ എന്തിനാ പരീക്ഷിച്ചത്? പാപം ചെയ്യാൻ കഴിയുകയില്ല, പിന്നെ എന്തിനാ യേശുക്രിസ്തുവിനെ പരീക്ഷിച്ചത്? അത് ന്യായമായി ചിന്തിക്കാവുന്ന ഒരു ചോദ്യമാണ്. ചില ആളുകൾ ഞാൻ പറയുന്നത് തെറ്റായ നിലയിൽ പഠിക്കുന്ന, ഇതിനെ മനസ്സിലാക്കുന്ന ചില ആളുകൾ പറയുന്നത് ഇങ്ങനെയാ: യേശുക്രിസ്തു വേണമെന്ന് വെച്ചാൽ യേശുക്രിസ്തു പാപം ചെയ്യായിരുന്നു. പക്ഷെ പാപമൊന്നും യേശുക്രിസ്തു ചെയ്തിട്ടില്ല, പക്ഷെ വേണമെന്ന് വെച്ചാല് ചെയ്യാമായിരുന്നു. ഈ പിശാചൊക്കെ വന്ന് പരീക്ഷിച്ച സമയത്ത് വേണമെങ്കിൽ കർത്താവിന് പാപം ചെയ്യായിരുന്നു. അല്ലെങ്കിൽ കർത്താവിനോട് നീ കല്ല് അപ്പമാക്കാൻ കർത്താവിനോട് പിശാച് പറഞ്ഞപ്പോൾ വേണമെങ്കിൽ പിശാചിന്റെ വാക്ക് കേട്ട് യേശുക്രിസ്തുവിന് വേണമെങ്കിൽ അത് ചെയ്യാമായിരുന്നു. പക്ഷെ കർത്താവ് ചെയ്തില്ല, അതിനെ അതിജീവിച്ചു, ജയിച്ചു. അത് ശരിയാണോ? യേശുക്രിസ്തുവിന് വേണമെന്ന് വെച്ചാൽ പാപം ചെയ്യാൻ കഴിയുമായിരുന്നോ? ഇല്ല, കാരണം ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ? യേശുക്രിസ്തു ദൈവമാണ്. ദൈവമായി, പൂർണ്ണ ദൈവം അന്ന് നാം പഠിച്ചല്ലേ? അപ്പൊ ദൈവമായിരിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയില്ല? യേശുക്രിസ്തുവിന് പാപം ചെയ്യാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ന്യായമായ ചോദ്യം, പിന്നെന്തിനാ പരീക്ഷിക്കപ്പെട്ടത്? പരിശോധന എന്തിനാ പിന്നെ യേശുക്രിസ്തുവിന് വന്നത്? അതിന് 2-3 കാരണങ്ങൾ ഞാൻ വേഗത്തിൽ ഒന്ന് പറയാം. ഒന്ന്, വളരെ ലളിതമായ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, യേശുക്രിസ്തുവിനെ അറിയാം യേശുക്രിസ്തുവിന് പാപം ചെയ്യാൻ കഴിയുകയില്ലെന്നുള്ളത്. കാരണം യേശുക്രിസ്തു ദൈവമാണല്ലോ, അത് യേശുക്രിസ്തുവിന് അറിയാം. പക്ഷെ ഈ പരീക്ഷിക്കുന്ന ആരെ പരീക്ഷിക്കുന്നത്? നിങ്ങളുടെ ചുണ്ടുകൾ പോലും അനങ്ങുന്നില്ല. പിശാച് പരീക്ഷിക്കുന്നത്. ഈ പിശാചിന് ഇതറിയാമോ? നമുക്ക് ഇങ്ങനെ മനസ്സിലായി, പിശാചിന് ഈ കാര്യം അറിയത്തില്ലായിരുന്നു നമുക്ക് മനസ്സിലായി. ദൈവം സർവജ്ഞാനിയാ, ദൈവത്തിനെല്ലാം അറിയാം. അപ്പോൾ യേശുക്രിസ്തു സർവജ്ഞാനിയാ, യേശുക്രിസ്തുവിനെല്ലാം അറിയാം. പക്ഷേ ഈ പിശാച് സർവജ്ഞാനിയാണോ? ചില ആളുകൾ വിചാരിച്ചിരിക്കുന്നത്
പിശാചും ഈ ദൈവത്തെ പോലെയാന്ന് ചിലരൊക്കെ പറഞ്ഞു വെക്കാറുണ്ട്. പിശാചും ഈ ദൈവത്തെ പോലെ സർവവും അറിയാം. ഇല്ലില്ല, പിശാചിന് എല്ലാ കാര്യങ്ങളൊന്നും അറിയത്തില്ലെന്ന്. അത് നമ്മുടെ തെറ്റിദ്ധാരണയാണ്. അപ്പോൾ പിശാച് സർവജ്ഞാനിയല്ല, അതുകൊണ്ട് പിശാച് ഒന്ന് ശ്രമിച്ചതേ ഉള്ളൂ. അതൊന്ന്. രണ്ട്, എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ പരീക്ഷിച്ചത്? ഒരു ഉദാഹരണമായിട്ട് ഇങ്ങനെ പറയും, 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുക. ചിന്തിക്കുക, ഞാൻ 10ാം ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുന്ന എന്ന് വെച്ചാൽ ടീച്ചർമാർക്കൊക്കെ എന്നെ 100% എന്നെ വിശ്വാസം. ഞാൻ 10ാം ക്ലാസ്സിൽ 10 വിഷയത്തിനും 10 A+ മേടിക്കുമെന്ന് ടീച്ചർമാരെന്നെ എഴുതി വെച്ചിരിക്കുക. അത്രയ്ക്ക് ബുദ്ധിയാ. ഇപ്പോഴേലും ഒന്ന് പറയട്ടെ. അപ്പൊ അങ്ങനെ ബുദ്ധിയായിട്ടിരിക്കുക, അങ്ങനെ എന്നെ എല്ലാരും വിചാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ പരീക്ഷ എഴുതിയില്ലെങ്കിലും ഞാൻ ജയിക്കും എന്ന് കരുതി 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിക്കാതിരിക്കും എന്നെ കൊണ്ട്? ഇല്ല, ജയിക്കുമെന്ന് എനിക്കറിയാം. ചോദ്യം ചോദിക്കുന്ന ടീച്ചർമാർക്ക് പറയാം, ഈ എക്സാം ഇടുന്നവർക്ക് പറയാം. എന്ന് കരുതി 10ാം ക്ലാസ് പാസ്സാകാതിരിക്കുക അല്ലെങ്കിൽ പാസ്സാകാൻ ഞാൻ ഈ പരീക്ഷ എഴുതണ്ടെന്ന് വെക്കാൻ പറ്റുമോ? ഇല്ല. എനിക്ക് ബുദ്ധിയുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് എനിക്ക് പരീക്ഷ ഇല്ല, വേണ്ട എന്നത് അർത്ഥമില്ല. അതുപോലെ തന്നെ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ദൈവമായി യേശുക്രിസ്തുവിന് പാപം ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ചിന്തിക്കാം, യേശുക്രിസ്തുവിന് പാപം ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് പരീക്ഷയുടെ ആവശ്യമില്ല. ഇല്ലില്ല. അതേസമയം ആരാ യേശുക്രിസ്തു? മനുഷ്യനാ. തനിക്ക് പാപം ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ളത് സത്യമാണെങ്കിലും യാഥാർത്ഥ്യമാണെങ്കിലും എന്ന് കരുതി പരീക്ഷയിലൂടെ കടക്കാതിരിക്കേണ്ട ആവശ്യം കർത്താവിനില്ല. പരീക്ഷയിലൂടെ കടന്നു പോകും, പക്ഷെ കാര്യമൊന്നുമില്ല. യേശുക്രിസ്തു പരാജയപ്പെടുകയും ഇല്ല, പാപം ചെയ്യത്തും ഇല്ല. അത് രണ്ടാമത്തെ ഒന്നാണ്. അതിന് മറ്റൊരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. ഇത് ഞാൻ മുമ്പ് പറഞ്ഞത് എന്റെ സ്വന്തം ഉദാഹരണമാണെങ്കിൽ മറ്റൊരു ഞാൻ കടമെടുത്ത ഉദാഹരണമാണ്. അത് വില്യം മക്ഡൊണാൾഡ് അല്ലേ അദ്ദേഹത്തിന്റെ പേര്? പെട്ടെന്ന് എന്റെ വായിലേക്ക് വരുന്നില്ല. ഓക്കെ, വിജയ് മക്ഡൊണാൾഡ് അല്ലായിരുന്നു അദ്ദേഹത്തിന്റെ പേര്? വില്യം മക്ഡൊണാൾഡ്. മക്ഡോവൽ എന്ന് വരാറുണ്ട്. ഈ നമ്മൾ ഈ ചില KFC ഒക്കെ പോലെ വേറൊരു പേരുണ്ടല്ലോ, അതെപ്പോഴും എന്റെ നാവിന് ഇങ്ങനെ വരാറുണ്ട്. ഓക്കെ. അപ്പൊ വില്യം മക്ഡൊണാൾഡ് എന്ന് പറഞ്ഞ ദൈവദാസൻ, അദ്ദേഹം മാത്രമല്ല ജോൺ മക്കാത്രം അദ്ദേഹവും ഉപയോഗിച്ചിരിക്കുന്നു. ജോൺ മക്കാത്രം എന്ന് പറഞ്ഞ മറ്റൊരു പുസ്തകം എഴുതിയ ഒരു അദ്ദേഹം. അപ്പൊ ആ പുസ്തകം വായിച്ചപ്പോൾ, പണ്ട് വായിച്ചതാണ്, അതിൽ അദ്ദേഹം പറഞ്ഞൊരു കഥ, ഒരു സംഭവം എന്റെ മനസ്സിൽ എപ്പോഴും ഒരു മനസ്സിലുണ്ട്. അതിങ്ങനെ, 2 ബോട്ടുകൾ അല്ലെങ്കിൽ ഒരു വലിയ കപ്പലുണ്ട്. ഇങ്ങനെ ചിന്തിക്കുക, ഒരു അമേരിക്കക്കാർക്ക് വലിയൊരു കപ്പലുണ്ട്, ഇന്ത്യക്കാരുടെ ചെറിയൊരു ബോട്ടാണ്. ഇവര് തമ്മിൽ യുദ്ധമാണ്. അപ്പോൾ ഈ നമ്മൾ ഇന്ത്യക്കാരൊരു ചെറിയ ബോട്ടിനകത്ത്, ഇനി ഇന്ത്യ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നേരെ തിരിച്ചു വെച്ചാൽ മതി, നമുക്ക് വലിയ കപ്പൽ, അവർക്ക് ചെറിയ ബോട്ടും. പിന്നെ ഞാനൊരു പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ യുദ്ധം ചെയ്യുകയാണ് ആരുമായിട്ട്? അമേരിക്കക്കാരുമായിട്ട്. അപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ചെറിയൊരു ബോട്ടിനകത്ത് ഇരുന്നാണ് യുദ്ധം ചെയ്യുന്നത്. നമ്മുടെ ചെറിയ AK-47 ഒക്കെ തോക്കുകളൊക്കെ ഉള്ളൂ. അമേരിക്കക്കാരെ വലിയ പീരങ്കിയാണ്, അതുമാത്രം ഭയങ്കരമായിട്ടുള്ള ഒരു കപ്പലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് എത്ര വെടിവെച്ചാലും അവർക്കൊന്നുമില്ല. അവരുടെ ഈ വെടിയൊന്നും ഏൽക്കാൻ പറ്റാത്ത നിലയിലുള്ള നല്ല പ്രൂഫൊക്കെ ചെയ്തു വെച്ചിരിക്കുക, നല്ല ഉറപ്പുള്ള തകിട് കൊണ്ടൊക്കെ പണിത് വെച്ചിരിക്കുക. എത്ര വെടിവെച്ചാലും ഒരു കാര്യമില്ല. പക്ഷെ നമ്മൾ വെടിവെച്ചോണ്ടിരിക്കുക. കാരണം നമ്മുടെ ഉത്തരവാദിത്വം എന്താ? ഈ വെടിവെപ്പ. എങ്ങനെയെങ്കിലും യുദ്ധം ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ, വെടിവെപ്പ. പക്ഷെ മറ്റവർക്കറിയാം, ഈ കപ്പലിലുള്ളവർക്ക് ഇവരെന്നാ അടിച്ചാലും ഒന്നും ഏൽക്കാൻ പോകുന്നില്ല. അപ്പൊ പിശാചിന്റെ പരിപാടി എന്താ? ഇങ്ങനെ വെടിവെച്ചുകൊണ്ടിരിക്കുന്നത്, പരീക്ഷ ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുക. ഇത് പിശാചിന്റെ ജോലി. യേശുക്രിസ്തു വലിയ കപ്പലാണെന്ന് ചിന്തിക്കുക, ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. എന്നാലും ഈ വെടിയുണ്ടൊക്കെ വരുന്നുണ്ടെന്നേ ഉള്ളൂ, പ്രയോജനമൊന്നും ഇല്ല. ഇത്രയേ ഉള്ളൂ. യേശുക്രിസ്തു പാപം ചെയ്യാൻ കഴിയുകയില്ല. പക്ഷെ പരീക്ഷ എന്തിനാ? മനുഷ്യൻ എന്ന നിലയിൽ പരീക്ഷ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിശാച് പരീക്ഷിച്ചുകൊണ്ടിരുന്നു. അത്രയേ ഉള്ളൂ. മനസ്സിലായി എന്ന് ഞാൻ അങ്ങ് വിശ്വസിക്കും. ഇനി മൂന്നാമത്, എന്തുകൊണ്ട് കർത്താവ് പരീക്ഷ നേരിട്ടു? മൂന്നാമത്, നമുക്കൊരു മാതൃകയായിരിക്കാൻ വേണ്ടി. നാം മനുഷ്യത്വം, യേശുക്രിസ്തുവിന് മനുഷ്യത്വം പഠിച്ചപ്പോൾ നാം ചില കാര്യങ്ങൾ ചിന്തിച്ചതായിരുന്നു. എന്തായിരുന്നു? യേശുക്രിസ്തുവിന് എന്തുണ്ടായിരുന്നു? വികാരം ഉണ്ടായിരുന്നു. യേശുക്രിസ്തുവിന് ആത്മാവും ദേഹവും ദേഹിയുമുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിന് വികാരങ്ങളുണ്ട്. പാപത്തിലൂടെ അല്ലെങ്കിൽ ഒരു പരിശോധനയിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ എനിക്കുണ്ടാകുന്ന വികാരമില്ല. ഈ വികാരം ഇത് ആർക്കും ഉണ്ടായിരുന്നു? യേശുക്രിസ്തുവിനുണ്ടായിരുന്നു. അപ്പോൾ ഈ വികാരത്തിലൂടെ കടന്നു പോയതുകൊണ്ട് യേശുക്രിസ്തുവിന് അറിയാം, അല്ലാതെയും അറിയാം. ഇനി കടന്നുപോയും യേശുക്രിസ്തുവിന് അതറിയാം. അപ്പോൾ ഞാൻ ഇന്ന് ഏതെങ്കിലും ഒരു പ്രശ്നത്തിലൂടെയും പ്രതികൂലത്തിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, അത് ശാരീരികമാകാം, മാനസികമാകാം, ആത്മീകമാകാം, ഏതെങ്കിലുമൊക്കെ പരിശോധനയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഇതിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കുക, എന്റെ കർത്താവും ഇതിലൂടെ പരീക്ഷിക്കപ്പെട്ടതാ. അതുകൊണ്ട് കർത്താവിന് നമ്മോട്
ഇന്ന് നാം വായിക്കുന്നത് സഹതാപം കാണിക്കുവാൻ കഴിയും. നാം ഇങ്ങനെയല്ല വായിക്കുന്നത്, നമുക്ക് തക്ക സമയത്ത് കൃപയും നമുക്ക് കരുണയും ലഭിക്കുവാൻ, കൃപയും തക്ക സമയത്ത് കരുണ ലഭിക്കുവാൻ ധൈര്യത്തോടുകൂടി കൃപാസനത്തിലേക്ക് നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. ആ മഹാപുരോഹിതന്റെ പ്രത്യേകത എന്താ? എല്ലാ പരിശോധനകളും ഏറ്റവും ഇസഡും നമ്മൾ പറയുമ്പോൾ എല്ലാം ഞാനിത് ഒരു ജനറൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം ഓരോ വ്യക്തികളുടെയും പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ് അല്ലെ? നമുക്ക് എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്, പ്രശ്നങ്ങളില്ലാത്ത ആരുമില്ല. നമുക്ക് എല്ലാവർക്കും പ്രശ്നമുണ്ട്. നമുക്കൊക്കെ നാം നേരിടുന്ന പരിശോധനകളും അത് വ്യത്യസ്തമാണ്. അപ്പോൾ വ്യത്യസ്തമായ പ്രശ്നങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ചിന്തിക്കാം, യേശുക്രിസ്തുവിന് ഈ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ കർത്താവിന് ഇതൊന്നും എവിടെ, അന്നത്തെ കാലം ഞാൻ ഈ സ്കൂളിൽ പോകുന്നു, ഈ കിട്ടുന്ന ഈ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രലോഭനങ്ങളുണ്ടല്ലോ സ്കൂളിലൊക്കെ പോകുന്നു, പ്രത്യേകിച്ച് ആമ്പിള്ളാരൊക്കെ പ്രത്യേകിച്ച് കോപ്പിയടി, പരീക്ഷയ്ക്ക് ആകുമ്പോൾ കോപ്പിയടി, ഇതൊക്കെ ഒരു പ്രലോഭനം. എടാ കോപ്പിയടി ഇതൊന്ന് നോക്കി എഴുതാൻ എന്നെ കുഴപ്പം, അപ്പൊ നോക്കി അങ്ങ് എഴുതാ ഇനിയിപ്പോ എന്നാ. അപ്പൊ ഇതൊരു പ്രലോഭനമാണ്. ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ യേശുക്രിസ്തു സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ പോലെ സ്കൂൾ ഉണ്ടായിരുന്നു, കോപ്പിയടി ഒന്നും ഇല്ലായിരുന്നല്ലോ. അപ്പൊ ആ പ്രലോഭനം ഒന്നും യേശുക്രിസ്തുവിന് ഇല്ലായിരുന്നല്ലോ. അപ്പോൾ ഇങ്ങനെ ഏറ്റവും ഉണ്ടായിരുന്നു എന്നല്ല, പക്ഷെ ജനറൽ ആയിട്ട് നാം മുമ്പ് കണ്ടത് എന്താ? മനുഷ്യന് 3 ഘടകങ്ങളാണ് ഉള്ളത്. എന്തൊക്കെയാണ്? ദേഹം, ദേഹി, ആത്മാവ്. അപ്പൊ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ എല്ലാ പരിശോധനകളും ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാ? ഈ 3 കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന, ഒന്നെങ്കിൽ ദേഹവുമായിട്ട്, അല്ലെങ്കിൽ ദേഹിയുമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ആത്മാവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പരിശോധനയും പ്രശ്നങ്ങളും പരീക്ഷകളും മാത്രമേ നമുക്കുള്ളൂ. അങ്ങനെയാകുമ്പോൾ യേശുക്രിസ്തു ഇതൊക്കെ സഹിച്ചു എന്ന് പറയും. നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഈ 3 യേശുക്രിസ്തുവും കടന്നുപോയി. ഏറ്റവും ഇസഡ് കടന്നുപോയെന്ന് ചോദിച്ചാൽ ഏറ്റവും ഇസഡ് അതിന്റെ മുഴുവൻ കർത്താവ് അനുഭവിച്ചു, ഒരു നിലയിൽ അല്ലെങ്കിൽ മറ്റൊരു നിലയിൽ. അതുകൊണ്ട് ഞാൻ ഇന്ന് കടന്നു പോകുന്ന കാര്യത്തെ കണ്ട് എന്നോട് സഹതാപം കാണിക്കുവാൻ യേശുക്രിസ്തുവിന് അറിയാം. ഇനി വീണ്ടും ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അങ്ങ് അവസാനിപ്പിക്കുക. ഇനി ഇങ്ങനെ ഒന്ന് ചിന്തിച്ചേ, യേശുക്രിസ്തു ഇങ്ങനെ കടന്നുപോയെങ്കിലും, പരീക്ഷയിലൂടെ കടന്നുപോയെങ്കിലും യേശുക്രിസ്തുവിന് എന്തില്ലായിരുന്നു? പാപമില്ലായിരുന്നു, പാപം ചെയ്യാൻ കഴിയത്തുമില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ നാം ഇങ്ങനെ ചിന്തിക്കുക, ആ പാപം ചെയ്യാൻ കഴിയത്തില്ലെങ്കിൽ പിന്നെ കർത്താവിന് എങ്ങനെ എന്നോട് സഹതാപം കാണിക്കാൻ കഴിയുന്നത്? ശരിയാ, ഞാനും കഷ്ടതയിലൂടെ കടന്നു പോകുന്നു, പരീക്ഷയിലൂടെ കടന്നു പോകുന്നു. പക്ഷെ യേശുക്രിസ്തുവിന് എന്തില്ലായിരുന്നു? പാപം ചെയ്യാൻ കഴിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ആ പരീക്ഷ അത് കർത്താവ് കടന്നു പോയിട്ട് എന്നെ സഹതാപം എങ്ങനെ കാണിക്കാൻ കഴിയും? വീണ്ടും ഒരു സ്കൂളിലെ ഉദാഹരണം എടുക്കുക, അത് പെട്ടെന്ന് എന്റെ മനസ്സിലോട്ട് വന്നുകൊണ്ടെങ്കിൽ എടുക്കുക. അതിങ്ങനെയാ, ഞാൻ ക്ലാസ്സിൽ തോറ്റു. നിങ്ങൾക്ക് സന്തോഷമായി കാണുമല്ലോ. ഞാൻ ക്ലാസ്സിൽ തോറ്റു, ഞാൻ തോറ്റിരിക്കുക. അപ്പൊ എന്റെ ഇടതുവശത്തിരിക്കുന്നവനും തോറ്റു, എന്റെ വലതുവശത്തിരിക്കുന്നവനോ മുഴുവത്തിനും A+ വാങ്ങി. ഞാൻ തോറ്റു എന്ന് പറഞ്ഞ ആർക്കും സന്തോഷമില്ല, സ്നേഹമുള്ളവരാ. ഓക്കെ, അപ്പൊ എന്റെ ഇടതുവശത്തിരിക്കുന്നവൻ എന്റെ കൂടെ ഇത് തോറ്റിരിക്കുക, വലതുവശത്തിരിക്കുന്നവൻ ജയിച്ചിരിക്കുക. ഈ ഇടതുവശത്തിരിക്കുന്നവന് തോറ്റിരിക്കുക. അപ്പൊ ഞാനിങ്ങനെ കരയുക, അയ്യോ ഞാൻ പരീക്ഷ എങ്ങനെ വീട്ടിൽ പോകും, തോറ്റിരിക്കുകയല്ലേ. അപ്പൊ ഇടതുവശത്തിരിക്കുന്നവനെ തോളത്തെടുക്കുന്നവരാ, കുഴപ്പമില്ല, പരീക്ഷ വരും പോകുക, അത് നമ്മളെ സംബന്ധിച്ച് ഒരു പ്രശ്നമേ അല്ല. നമ്മൾ തോക്കുക, മുന്നോട്ട് പോവുക. ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് വല്ല ആശ്വാസമുണ്ടോ? എനിക്കൊരു പക്ഷെ മാനസിക വാക്കുകളിൽ വല്ല ആശ്വാസം തോന്നി, യാഥാർത്ഥ്യതയിൽ എനിക്കൊരു ആശ്വാസവും ഇല്ല. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ കിട്ടേണ്ട അടിയൊക്കെ ഞാൻ തന്നെ കേൾക്കേണ്ടത്. അപ്പോൾ അതൊരു യാഥാർത്ഥികമായിട്ടുള്ള ഒരു ആശ്വാസമല്ല. ഇവരെന്നെ ചുമ്മാ അവരും തോറ്റിരിക്കുക, അവന് പിന്നെ തോൽവി ഒരു പ്രശ്നമേ അല്ലാത്തതുകൊണ്ട് തോറ്റു, കുഴപ്പമില്ല, നീയും കുഴപ്പമില്ല, തോറ്റു എന്ന് പറയും. അതെന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസമല്ല. എന്നാൽ അപ്പുറം ഇരിക്കുന്ന എന്റെ വലതുവശത്തിരിക്കുന്നവന് അവൻ എല്ലാത്തിനും ജയിച്ചിരിക്കുന്ന ഇവൻ എന്റെ തോളത്ത് കെട്ടിയിട്ട് പറയുക, കുഴപ്പമില്ല, നിന്നെ ഞാൻ സഹായിക്കാം, അടുത്ത പരീക്ഷ വരുന്നുണ്ടല്ലോ, അതിന് ഞാൻ നിന്നെ സഹായിക്കാം, നിനക്ക് ഞാൻ ഒരു സ്പെഷ്യൽ, നമുക്ക് ഒന്നിച്ചിരുന്ന് ഇനി ക്ലാസ്സുകൾ കഴിയുമ്പോൾ നമുക്ക് ഒന്നിച്ചിരുന്ന് പഠിക്കാം, ഞാൻ നിന്നെ പഠിക്കാൻ കുറെ കൂടെ സഹായിക്കും, കുറെ ട്രിക്കുകളൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിലോ അതാ ശരിക്കുമുള്ള ആശ്വാസം എന്ന് പറയുന്നത്, അല്ലെ? ഈ മറ്റവൻ തന്നെ കൂടെ ഇരുന്ന് പോട്ടെ എന്ന് പറഞ്ഞാൽ അതൊരു ആശ്വാസമല്ല. മറിച്ച് ജയിച്ചിരിക്കുന്ന ഒരുത്തൻ എന്നോട് പറയാ, കുഴപ്പമില്ല, പക്ഷേ അടുത്തതിൽ നമുക്ക് ജയിക്കാം, നിന്നെ ഞാൻ സഹായിക്കാം, നിനക്ക് ആവശ്യമായിട്ടുള്ള ചില ട്രിക്കുകൾ പറഞ്ഞു തരാം, കഴിവ് പറഞ്ഞു തരാം, വിധങ്ങൾ പറഞ്ഞു തരാം, ഇതൊക്കെ പറഞ്ഞു തരാമെന്ന് പറയുമ്പോൾ അതെനിക്ക് ആശ്വാസമാണ്. ഇതാണ് പാപം ചെയ്യാത്ത യേശുക്രിസ്തു, ജയിച്ചവനായ യേശുക്രിസ്തു എനിക്ക് നൽകുന്ന ആശ്വാസം. എന്താശ്വാസം? ഞാൻ ഇന്നൊരു പരീക്ഷയിലൂടെ കടന്നു പോയെങ്കിൽ ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം, അല്ലെങ്കിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരിക്കാം. ഇപ്പൊ നാം കർത്താവിനോട് സമീപിക്കുമ്പോൾ കർത്താവ് എന്താ തരുന്നത്? തക്ക സമയത്ത് നമുക്ക് കൃപ നൽകുക. കർത്താവ് പറയുക, ഞാൻ നിനക്ക് കൃപ നൽകുക. ഇതാ പൗലോസ് പറഞ്ഞത്. കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, ജഡത്തിലെ ശൂലത്തെ കുറിച്ച് പറഞ്ഞിട്ട് പൗലോസ് ഇത് മാറിപ്പോകുക 3 വട്ടം പ്രാർത്ഥിച്ചു. ഒടുവിൽ കർത്താവ് നൽകിയ മറുപടി എന്താ? എന്റെ കൃപ നിനക്ക് മതി. അതിതാ, ഞാനിപ്പോ കടന്നു പോകുന്ന ഈ പരിശോധനയുണ്ടല്ലോ, എന്റെ പരീക്ഷയുണ്ടല്ലോ, ഇതിന്റെ നടുവിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ
കർത്താവിന്റെ തോളം തട്ടിയിട്ട് പറയും, എന്റെ കൃപ നിനക്ക് മതി. അത് ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാ, നമ്മെ ബലപ്പെടുത്തുന്നതാ. ഈ കൃപ നമുക്ക് നൽകുവാൻ കർത്താവ് യോഗ്യനാ. കാരണം എന്താ? ഈ പരീക്ഷയിലൂടെ കർത്താവ് കടന്നുപോയിട്ടുണ്ടെന്നേ. കർത്താവിന് ഇതെല്ലാം അറിയാൻ കഴിയും. നമ്മുടെ പ്രശ്നം, നമ്മുടെ വികാരം, നമ്മുടെ നാം മറ്റാരോടും പറയാൻ കഴിയാത്ത നമ്മുടെ സ്വകാര്യ ദുഃഖങ്ങൾ, ഇതൊക്കെ കർത്താവിന് ശരിക്കും അറിയാം. അതുകൊണ്ട് കർത്താവിന് നമുക്ക് കൃപ നൽകുവാൻ കഴിയും. അപ്പോൾ ഇതാണ് കർത്താവ് പരീക്ഷിക്കപ്പെട്ടതിന്റെ 3 കാരണങ്ങൾ ആയിട്ട് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഈ 5 ദിവസത്തെ പഠനം, ചില കാര്യങ്ങൾ നമുക്കെല്ലാം ഒന്നും അറിയാനും പഠിക്കാനോ ഉള്ള സമയവുമില്ല, അതിനുള്ള ഒരു സാഹചര്യവുമില്ല. എന്നാൽ വരും ദിവസങ്ങൾ കുറച്ചുകൂടെ ചിന്തിക്കാമെങ്കിലും ഇന്ന് ഈ ചിന്തിച്ച ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ ചിന്തിച്ച കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടെ ആഴമായിട്ട് വ്യക്തിപരമായിട്ടൊക്കെ നമുക്ക് പഠിക്കാം. ഇത് വളരെ ഉപദേശ വിഷയങ്ങളായതുകൊണ്ട് വളരെ ശ്രദ്ധ കൊടുത്ത് തന്നെ നമുക്കായിരിക്കാം. നമുക്ക് ചുറ്റും ഒരുപാട് ആളുകളുണ്ട് തെറ്റായിട്ട് പഠിപ്പിക്കുന്നവർ, വചനത്തിന് വില കൽപ്പിക്കാത്തവർ. എന്നാൽ നമുക്ക് വചനത്തിൽ നിശ്ചയമുള്ളവരായി ആയിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.